ഗുഡ് മോർണിംഗ്. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യോളജി, ആന്ത്രോപോളജി, പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി. ഇൻ്റർഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഡിഫറെൻറ്റ് സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി. സോഷ്യോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ്. എഡ്യൂക്കേഷനും സൊസൈറ്റിയും തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണ്. ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് സൊസൈറ്റീൻ്റെ ഒരു സ്മോൾ മോഡലാണ്, അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ഫോം ഓഫ് സൊസൈറ്റിയാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. സൊസൈറ്റി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എഡ്യൂക്കേഷനിലും ചേഞ്ച് വരും. എമിലി ഡർക്കീമാണ് ആദ്യമായിട്ട് എഡ്യൂക്കേഷന് സോഷ്യോളജിയുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫ്. എഡ്യൂക്കേഷൻ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും, അതായത് കൾച്ചറും ട്രഡീഷനും ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഒരു ക്ലാസ് റൂമിൽ ഡൈവേഴ്സിറ്റീനെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുകയും വ്യത്യസ്ത കൾച്ചറിനെ, ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിന് വലിയ റോളുണ്ട്. സ്കൂളിൽ എന്ത് പഠിപ്പിക്കണം എന്നതിലും ഗവൺമെൻറ്റാണ് കരിക്കുലമൊക്കെ സെറ്റ് ചെയ്യുന്നതും സബ്ജക്റ്റിനും ഡിസൈഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എഡ്യൂക്കേഷണൽ പോളിസീസൊക്കെ ഉണ്ടാക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ പൊളിറ്റിക്സിന് വലിയ റോളുണ്ട്. പിന്നെ എഡ്യൂക്കേഷന് ഫ്രീ ആയിട്ട് കൊടുക്കണോ കോസ്റ്റ്ലി ആയിട്ട് കൊടുക്കണോ എന്നത് ഗവൺമെൻറ്റിൻ്റെ ഡിസിഷന് പോലെ ഇരിക്കും. പിന്നെ എഡ്യൂക്കേഷനിലൂടെ ഒരു ഗുഡ് സിറ്റിസണിന് ഉണ്ടാക്കാൻ സാധിക്കും. അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഡെമോക്രാറ്റിക് വാല്യൂസ്, ഇക്വാളിറ്റി, ജസ്റ്റിസ്, ഇതൊക്കെ എഡ്യൂക്കേഷനിലൂടെ അവരെ പഠിപ്പിക്കാൻ സാധിക്കും. പിന്നെ ഒരു സ്കൂളിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് അനുസരിച്ചിരിക്കും. നല്ല ഫണ്ട് കിട്ടുന്ന സ്കൂളുകളിൽ ഗുഡ് ടീച്ചേഴ്സും ഗുഡ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്, സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ജസ്റ്റ് ഡേറ്റിനും ഫാക്ട്സിനും മാത്രം അറിയാനുള്ളതല്ല. അതിൽ നിന്ന് നമുക്ക് കുറേ ലെസൺസ് കിട്ടും. അതുവഴി നമുക്ക് നമ്മളുടെ പ്രസൻറ്റിനും ഫ്യൂച്ചറിലൊക്കെ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. അതേപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കുന്നതിലൂടെ എങ്ങനെ ഒരു സൊസൈറ്റി ഗ്രോ ചെയ്തത്, എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് സക്സസ് ലഭിച്ചത് എന്നൊക്കെ അറിയാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം എടുക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് ഉണ്ടായത്, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ അറിയാൻ നമുക്ക് സാധിക്കും. ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെയൊക്കെ പഠിക്കുന്നതിലൂടെ മറ്റുള്ള കൾച്ചേഴ്സിനെയും ഡൈവേഴ്സിറ്റിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനും മറ്റുള്ളവരോട് ഒത്തുപോകാനും സാധിക്കും. നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ. സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജി പഠിക്കുന്നതിലൂടെ പ്രൊമോട്ട് സോഷ്യൽ അവെയർനെസ്, ടീം വർക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഗ്രൂപ്പ് ബിഹേവിയർ. ആന്ത്രോപോളജി പഠിക്കുന്നതിലൂടെ എൻകറേജ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി, അപ്രിസിയേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് ഹോളിസ്റ്റിക് ലേണിംഗ്. പൊളിറ്റിക്സ് പഠിക്കുന്നതിലൂടെ ഡെവലപ്പ് സിറ്റിസൺഷിപ്പ് സ്കില്ല്, ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് അവെയർനെസ് ഓഫ് ഗവേണൻസ്. ഹിസ്റ്ററി പഠിക്കുന്നതിലൂടെ ടീച്ചേഴ്സ് ലെസൺസ് ഫ്രം പാസ്റ്റ്, എൻഹാൻസസ് അനലിറ്റിക്കൽ സ്കിൽസ് ആൻഡ് പ്രൊമോട്ട്സ് കൾച്ചറൽ ലിറ്ററസി. ഇനി ഒരു ടീച്ചറിൻ്റെ റോൾ എന്താണ്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ടീച്ചറിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. ടീച്ചർ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റർ ഓഫ് ലേണിംഗ് ആണ്, കരിക്കുലം ഇൻ്റഗ്രേറ്റർ ആണ്, എൻകറേജസ് ക്രിറ്റിക്കൽ തിങ്കിങ്, പ്രൊമോട്ട് കൊളാബറേഷൻ, അതായത് ഗ്രൂപ്പായിട്ടുള്ള വർക്ക് അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ അവെയർനെസ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.